ശരിക്കുമുള്ള സ്വർണത്തെ വെല്ലുന്ന മുക്കുപണ്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശരിക്കുള്ള സ്വർണത്തെ വെല്ലുന്ന മുക്കുപണ്ടം സംസ്ഥാന വ്യാപകമായി പണയം വയ്ക്കുന്ന സംഘത്തിലെ 5 പേരെ പിടികൂടിയിരിക്കുന്നു. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ചായിരുന്നു തട്ടിപ്പ്. കേസിലെ മുഖ്യപ്രതിയായ അഖിൽ കോടികളാണ് തട്ടിപ്പിലൂടെ സമ്പാദിച്ചത്. ആഷൻ ഡിയാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷൻ ഡിയാഗോ, വലിയ തട്ടിപ്പാണ്, വലിയ മാഫിയ സംഘമാണ്. ചെറിയ 1-2 ഗ്രാമോ അല്ലെങ്കിൽ 1-2 പവനോ വെച്ച് പണ്ട് മുക്കുപണ്ടം തട്ടിപ്പ് നടത്തിയിരുന്ന പ്രതികളെ പോലെയല്ല, വലിയ മാഫിയ സംഘമാണോ ഈ മുക്കുപണ്ട തട്ടിപ്പിന് പിന്നിലുള്ളത്? ആഷൻ ഡിയാഗോ. അരുൺ, തീർച്ചയായും ഇതൊരു വലിയൊരു റാക്കറ്റാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ് പേരൂർക്കട പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ആ സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് 14-ാം തീയതി പേരൂർക്കട പോലീസിന് ഒരു പരാതി ലഭിക്കുന്നു. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പേരൂർക്കട പോലീസിൽ പരാതി നൽകുന്നത്. 2 പേർ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടി എന്നുള്ളതായിരുന്നു പരാതി. ഈ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുന്നു. 2 പേരെ അന്ന് തന്നെ പോലീസ് പിടികൂടുകയും ചെയ്യുന്നുണ്ട്. വഴയില സ്വദേശിയായിട്ടുള്ള പ്രതീഷ്, അതുപോലെ തന്നെ ഇയാളുടെ കൂട്ടാളി അമ്പലമുക്ക് NCC റോഡിൽ താമസിക്കുന്ന ജിത്തു എന്നീ 2 പേരെയാണ് പോലീസ് പിടികൂടുന്നത്. സാധാരണ ഒരു മുക്കുപണ്ടം കേസായി ഒതുങ്ങേണ്ടതായിരുന്നു. പക്ഷേ പോലീസ് ഈ 2 പേരെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ 2 പേർ ഒരു വലിയ റാക്കറ്റിന്റെ കണ്ണികളാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നതും തുടർന്ന് ഇവർക്ക് ഈ മുക്കുപണ്ടം വിൽപ്പനയ്ക്കായി നൽകിയ പത്തനംതിട്ട സ്വദേശികളായ 2 പേരെ കൂടി പോലീസ് പിടികൂടുന്നു. ബിജു, സണ്ണി എന്നീ 2 പേരെയാണ് പോലീസ് പിടികൂടുന്നത്. അങ്ങനെ ഈ 4 പേരെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് പേരൂർക്കട പോലീസിന് ഇത് സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘം ആണ്, സംഘത്തിന്റെ അംഗങ്ങളാണ് ഈ 4 പേർ എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിന്റെയൊക്കെ തലവനായിട്ടുള്ള സംസ്ഥാനത്ത് ഇത്തരത്തിൽ വ്യാജ സ്വർണം പണയം വെച്ച് പണം തട്ടുന്നതിന്റെ തലവനായ അഖിൽ ക്ലീറ്റസ് എന്ന കൊല്ലംകാരനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഈ അഖിൽ ക്ലീറ്റസിനെതിരെ നിരവധി കേസുകളുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. തട്ടിപ്പ് കേസുകൾ, കൊലപാതക ശ്രമ കേസുകൾ, അങ്ങനെ മയക്കുമരുന്ന് കച്ചവട കേസുകൾ, അങ്ങനെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ എന്നുള്ളതാണ്. ഇയാൾക്ക് കൊല്ലത്തേക്ക് കയറാൻ കഴിയില്ല, കാരണം കാപ്പ കേസുള്ളതുകൊണ്ട് തൃശൂരിൽ നിന്നാണ് ഈ സംഘം ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഇവരുടെ ഓപ്പറേഷനാണ് അരുൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 916 ഹോൾമാർക്കോട് കൂടിയിട്ടുള്ള വ്യാജ സ്വർണമാണ് ഇവർ നൽകിയിരുന്നത്. ജ്വല്ലറികളിൽ പോലും ഈ സംഘം ഇത്തരത്തിൽ ആഭരണങ്ങൾ പണയം വെച്ച് ആഭരണങ്ങൾ നൽകി പണം പറ്റിയിട്ടുണ്ട്. കോടികളാണ് ഈ അഖിലിന്റെ വരുമാനമായി പോലീസ് കാണുന്നത് എന്നുള്ളതാണ്. ഈ അഖിലിന് വയനാട്ടിൽ പോലും ഈ സംഘം ഈ പണം ഉപയോഗിച്ച് നിരവധി റിസോർട്ടുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഉരച്ചു നോക്കിയാലോ സ്വർണത്തെക്കുറിച്ച് ഏകദേശം ധാരണയുള്ളവർക്ക് പോലും ഇത്തരത്തിൽ ഇവർ നൽകുന്ന സ്വർണം അല്ലെങ്കിൽ സ്വർണമാണോ മുക്കുപണ്ടമാണോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ വലിയൊരു റാക്കറ്റിന്റെ പ്രവർത്തനം എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഈ കൂട്ടത്തിൽ ഇനിയും ആളുകൾ പിടികൂടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിലിപ്പോൾ എന്തായാലും 5 അംഗ സംഘത്തെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. വലിയ ഒരു റാക്കറ്റാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഈ സംഘം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ജ്വല്ലറികളിൽ പോലും ഇവർ ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 916 ഹോൾമാർക്കോട് കൂടി അതിനുവേണ്ടി പ്രത്യേക മെഷീനുകൾ വരെ എത്തിച്ച് ആ മെഷീനിന് വരെ കോടികൾ വില വരും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ രീതിയിലുള്ള തട്ടിപ്പാണ് ഈ സംഘം നടത്തിയിട്ടുള്ളത്. അരുൺ, ഓക്കെ, പ്രേക്ഷകരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണം കാണും ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ചൊറിയും. അതിനകത്തുണ്ടായിരുന്നത് മുക്കുപണ്ടമായിരുന്നു. 916നെ തോൽപ്പിക്കുന്ന മുക്കുപണ്ടമാണത്രേ ഈ സംഘം ജുവലറികളിൽ പോലും കൊണ്ട് കൈമാറി പണം പറ്റിയിരുന്നത് എന്നാണ്. കോടികളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ തട്ടിപ്പ് കൂടി നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു, മുക്കുപണ്ട തട്ടിപ്പ്. എന്തെല്ലാം തട്ടിപ്പ്!